നമ്മുടെ കോഴിക്കോടിന് എങ്ങനെയാണ് കോഴിക്കോട് എന്ന പേര് ലഭിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ? ആ ചരിത്ര നാടോടി വാമൊഴി കഥകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോഴിക്കോട് എന്ന സ്ഥലനാമം രൂപപ്പെട്ടതിനു പിന്നിൽ ഭാഷാപരമായ മാറ്റിമറിച്ചിലുകളും ചരിത്രപരവും വാണിജ്യപരവുമായ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിഗമനങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. കോയിൽ പ്ലസ് കോട്, രാജാവിൻ്റെ കോട്ട അഥവാ കൊട്ടാരം. ഏറ്റവും പ്രശസ്തവും ഭാഷാശാസ്ത്രപരമായി അംഗീകരിക്കപ്പെട്ടതുമായ നിഗമനം ഇതാണ്. കോയിൽ അഥവാ കോവിലകം പഴയ മലയാളത്തിലും ദ്രാവിഡ ഭാഷകളിലും കോ എന്നാൽ രാജാവ് എന്നും കോയിൽ എന്നാൽ കൊട്ടാരം എന്നുമാണ് അർത്ഥം. കോട് എന്നാൽ കോട്ട അഥവാ ഉറപ്പുള്ള സ്ഥലം. സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരവും അതായത് കോവിലകം, അതിനെ സംരക്ഷിക്കുന്ന കോട്ടയും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം എന്ന നിലയിൽ കോയിൽ അകം ഉള്ള കോട് അഥവാ കോയിൽക്കോട് എന്ന് അറിയപ്പെടുകയും അത് പിന്നീട് കോഴിക്കോട് എന്നായി മാറുകയുമായിരുന്നു. കോഴി അളന്ന നാട്. സാമൂതിരി വംശത്തിൻ്റെ ഉദയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ വാമൊഴി ഐതിഹ്യം അഥവാ നാടോടിക്കഥയാണ് ഇത്. ഏറാൾ പടിക്ക് അതായത് സാമൂതിരിക്ക് ചേരമാൻ പെരുമാൾ ഭരണം കൈമാറിയപ്പോൾ രാജ്യം മുഴുവൻ മറ്റു നാടുവാഴികൾക്ക് വീതിച്ചു നൽകിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ സാമൂതിരിക്ക് നൽകാൻ ഭൂമിയില്ലാതെ വന്നപ്പോൾ പെരുമാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ചെറിയ കഷ്ണം ഭൂമി നൽകിക്കൊണ്ട് പറഞ്ഞു. കോഴിക്കോട് എന്ന സ്ഥലനാമം രൂപപ്പെട്ടതിനു പിന്നിൽ കോയിൽക്കോട്, കോഴി അളന്ന നാട് എന്നിവ കൂടാതെ പ്രചാരത്തിലുള്ള മറ്റ് ചില ഭാഷാപരവും സാംസ്കാരികവുമായ നിഗമനങ്ങൾ കൂടി നാം ഇവിടെ പ്രതിപാദിക്കുന്നു. അതിലൊന്ന് കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക നിഗമനം. പണ്ടുകാലത്ത് സമൃദ്ധമായി കാട്ടുകോഴികളും കോഴി വളർത്തുന്നുള്ള വയലുകളും തോടുകളും നിറഞ്ഞ പ്രദേശമായതിനാൽ കോഴിയോട് അല്ലെങ്കിൽ കോഴിത്തോട് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. നാട്ടുഭാഷയിൽ ഈ പേര് രൂപാന്തരപ്പെട്ടാണ് കോഴിക്കോട് എന്ന പേരുണ്ടായതെന്ന അഭിപ്രായവും നിലനിൽക്കുന്നു. പുരാതന മലയാളത്തിൽ കോട് എന്ന വാക്കിന് കുന്ന് അല്ലെങ്കിൽ അറ്റം എന്നും അർത്ഥമുണ്ട്. കടലിനോട് ചേർന്ന കുന്നിൻ ചെരുവുകളും തീരദേശ കാടുകളും സമൃദ്ധമായി കോഴികളും പക്ഷികളും അധിവസിച്ചിരുന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ കോഴിക്കാട്, കോഴിക്കോട് എന്ന് വിളിച്ചിരുന്നുവെന്നും അത് പിന്നീട് കോഴിക്കോടായി മാറിയെന്നും സങ്കല്പമുണ്ട്. മറ്റൊന്ന്, ചൈനീസ് കച്ചവടക്കാരുമായി കോഴിക്കോടിനുണ്ടായിരുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വാണിജ്യ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിഗമനം. പുരാതന ചൈനീസ് സഞ്ചാരികളും കച്ചവടക്കാരും ഈ തുറമുഖ നഗരത്തെ തങ്ങളുടെ ഭാഷയിൽ കിയാവോ ഷി കോ അല്ലെങ്കിൽ കാലികൂത്തെ എന്ന അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ ചൈനീസ് ഉച്ചാരണങ്ങൾ പ്രാദേശിക നാമത്തിൻ്റെ വിദേശ രൂപങ്ങളായി മാറിയതാണെന്നും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു വ്യാഖ്യാനം, കോ എന്നാൽ ഉന്നതി അഥവാ ഉയരം അല്ലെങ്കിൽ രാജാവ്. ഇഴി താഴേക്കിറങ്ങുന്ന സ്ഥലം അതായത് കടലിലേക്ക് ഇറങ്ങുന്ന തീരം. കോട് തീരം അല്ലെങ്കിൽ അതിർത്തി. കുന്നിൻ പ്രദേശങ്ങളിൽ നിന്ന് കടൽ തീരത്തേക്ക് ഇറങ്ങിക്കിടക്കുന്ന പ്രദേശം എന്ന ഭൂപ്രകൃതിയെ സൂചിപ്പിക്കുന്ന കോ ഇഴി കോട് എന്ന ദ്രാവിഡ വാക്ക് കാലക്രമേണ സംയോജിച്ച് കോഴിക്കോട് ആയതാണെന്നും നിഗമനമുണ്ട്. മറ്റൊരു നിഗമനം, കോഴിക്കോട്ടെ തളിശിവക്ഷേത്രം സാമൂതിരിയുടെ രാജകീയ കേന്ദ്രവുമായി വളരെ അടുത്ത ബന്ധമുള്ളതായിരുന്നു. അതുകൊണ്ട് ചില വ്യാഖ്യാനങ്ങളിൽ കോയിൽ സമം തളിയിലെ ക്ഷേത്രം, കോട്ട അതിനോട് ചേർന്ന രാജകീയ കോട്ട എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. കോഴിക്കോട് എന്ന പേരിൻ്റെ ആദിമ ഉത്ഭവം 100% രേഖാപരമായി തെളിയിച്ചിട്ടില്ല. എന്നാൽ ഏരാടിമാർ കോഴിക്കോട് രാഷ്ട്രീയ കേന്ദ്രമാക്കിയ കാലത്ത് ഉണ്ടായ രാജകീയ കോട്ട ആസ്ഥാനവുമായി ബന്ധപ്പെട്ട കോയിൽ കോട്ട എന്ന വ്യാഖ്യാനമാണ് ലഭ്യമായ ചരിത്ര സാഹചര്യങ്ങളുമായി ഏറ്റവും നന്നായി പൊരുത്തപ്പെടുന്നത്. പിന്നീട് ഈ പ്രാദേശിക പേരിൻ്റെ വിവിധ ഭാഷാരൂപങ്ങളാണ് അറബിയിലെ കാലിക്കൂത്ത്, തമിഴിലെ കള്ളിക്കോട്ടെ, ചൈനക്കാരുടെ കാലിഫോ, ഒടുവിൽ കാലിക്കറ്റ് എന്നിങ്ങനെ ലോക ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നമ്മൾ ഇവിടെ പറഞ്ഞവ കൂടാതെ പ്രാദേശിക ചരിത്രമായും പഴമക്കാരുടെ വാമൊഴിയായും നാടോടി കഥകളായും ഐതിഹ്യങ്ങളായും ഇനിയും ധാരാളം നിഗമന കഥകൾ കാണാം. അത്തരം കഥകൾ അറിവുള്ളവർ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ.